രാജലക്ഷ്മി, താൻ എന്തിനാടോ വിഷമിക്കുന്നേ? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും കൈമളേട്ടാ? എന്റെ കുഞ്ഞാ ജയിലിൽ കിടന്ന് നരയിക്കുന്നെ. താനിങ്ങനെ കരയാതെ. ചില മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്ന ദുർവിധികളാ, അനുഭവിക്കാതെ തരവില്ല. എന്നാലും എന്റെ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവനെ പിടിച്ച് അവരകത്തിട്ടിരിക്കുന്നത്? അതൊക്കെയാണ് ഇവിടുത്തെ നീതി നിയമമൊക്കെ. കാട്ടിൽ വിശപ്പ് കൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത്. നാട്ടിലതല്ല, പക, പ്രതികാരം, വിദ്വേഷം. ദൈവസൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അപകടകാരികൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാ, യാതൊരു സംശയവുമില്ല. ഞാനൊരു ശപിക്കപ്പെട്ട അമ്മയാ. എന്റെ മകനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഏറെ. അവനെ വഴക്കു പറഞ്ഞ് എന്നും ഒരു വിളിപ്പാടകളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഓർത്തിട്ട് കുറ്റബോധം കൊണ്ട് എനിക്ക് സഹിക്കുന്നില്ല കൈമളേട്ട. ഒരമ്മയുടെ സ്നേഹം ഞാൻ അവന് കൊടുത്തിട്ടില്ല. എന്താ രാജലക്ഷ്മി നീ ഇങ്ങനെ പറയുന്നത്? നീ അവനെ വഴക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അവനോട് ആഴത്തിൽ സ്നേഹവും വാത്സല്യം കൊണ്ട് മാത്രമായിരിക്കും. നോക്ക്, എത്രയെത്ര കലാപങ്ങളെയാണ് അമ്മമാർ ഒരു ഉമ്മ കൊണ്ട് തീർപ്പാക്കിയിട്ടുള്ളത്. അത് നിനക്കറിയോ? ഏതൊരു മനുഷ്യനും മരണം വരെ ഓർത്തു വെക്കാൻ ഒരൊറ്റ വാത്സല്യം നമ്പരമേ ഉള്ളൂ, അമ്മ നൽകിയൊരു ഉമ്മ. നീ കരയുന്നത് തന്റെ മൂത്ത മകനോടുള്ള വാത്സല്യം കൊണ്ട് മാത്രമാണ്. നിന്റെ കണ്ണീർ തുള്ളികൾ മകന്റെ ഉള്ളിലേക്ക് പകരുന്ന മൃതസഞ്ജീവനിയാണ്. രാമേട്ടനായിരിക്കും. രാമേട്ടാ, എന്താ സാവിത്രി ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത? ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ച് ഈ ഫോണുമായിട്ട് ഒരേ ഇരിപ്പാ. മനഃപൂർവ്വമല്ല രാമേട്ട വിളിക്കാത്തത്. പണത്തിനുള്ള പല വഴികളും പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒന്നും കയ്യിലേക്ക് വന്നില്ല. ഞാൻ ആകെ തളർന്നിരിക്കുക സാവിത്രി. ഒന്ന് ഉറങ്ങിയിട്ട് പോലും എത്ര ദിവസമായിന്നറിയോ? എനിക്കറിയാം രാമേട്ട, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അതെ, ബ്ലഡ് മണി കൊടുത്ത് കേസ് തീർപ്പാക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. യുഎഇയിലെ നിയമ കൃത്യസമയത്ത് പണടച്ചില്ലെങ്കിൽ ഞാൻ ജയിലിലാവും. പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ നിന്നോട് പറയേണ്ടതില്ലല്ലോ. രാമേട്ടൻ വിഷമിക്കാതിരിക്കും. 1-2 രൂപയല്ലല്ലോ വേണ്ടത്, കോടികളല്ലേ. ഞാനത് കൂട്ടാനുള്ള ഓട്ടത്തിലാ രാമേട്ട. സാവിത്രി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്റെ നിസ്സഹായാവസ്ഥ നിന്നോട് പറഞ്ഞല്ലേ പറ്റൂ. എന്തായാലും രാമേട്ടൻ വിഷമിക്കാതിരിക്കും. എന്റെ വീട്ടുകാരും എന്നെ കൈയൊഴിഞ്ഞു. എന്നാലും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പാക്കി ഞാൻ രാമേട്ടന് പണം അയക്കാം. എന്തിനോട് ഞാൻ ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഗതികേടുകൊണ്ട് പറഞ്ഞു പോയതാ. അവള് പണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് കുറച്ച് സാവകാശം വേണമെന്നാ പറഞ്ഞ. അവളെ ഒന്നും വിശ്വസിക്കരുത് രാമേട്ട. അവള് പ്രതീക്ഷ നൽകിയിട്ട് ചതിക്കും. തന്നെയല്ല, അവളുടെ സ്വന്തം ആങ്ങളെയാണെങ്കിലും രാമേട്ടനോട് അവൾക്ക് വലിയ സ്നേഹമൊന്നുമില്ല. വൃത്തിയേട് വരുമ്പോ ആരോട് ചോദിച്ചു പോയില്ലേ സാവിത്രി? അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു. പക്ഷേ അവൾ എനിക്ക് പണം തരാവുന്ന രീതിയിൽ തന്നെയാ സംസാരിച്ചത്. അവൾ ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും എന്നേക്കാൾ നന്നായിട്ട് രാമേട്ടൻ അറിയില്ലേ? രാമേട്ടനെ സ്വന്തം പെങ്ങളല്ലേ അവള്. ദൈവത്തെ ഓർത്ത് അവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇല്ല സാവിത്രി, കരകാണാ കടലിൽ മുങ്ങിത്താഴുന്ന നേരത്ത് ഒരു വക്കോൽ തുരുമ്പ് കണ്ടാലും ആശ്വാസം. അത്രേ ഉള്ളൂ സാവിത്രി. ഞാൻ ഈ മുറിക്കകത്തിരിക്കുന്നതും പോലീസിന്റെ നിരീക്ഷണത്തിലാ. സമയം കഴിഞ്ഞ് അവരെന്നെ പിടിച്ചോണ്ട് പോകും. വധശിക്ഷ തന്നെയാ ഇവിടെ ഏറ്റവും കുറഞ്ഞത്. അയ്യോ രാമേട്ട, എന്നെ കൂടെ ആദ്യം കേട്ടത് രാമേട്ട. രാമേട്ടനില്ലാത്തൊരു ലോകം എനിക്കുണ്ടോ? ഞാൻ ഉറങ്ങിട്ട് എത്ര ദിവസമായിന്നറിയോ? നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ല. ഇതിപ്പോ രാമേട്ടൻ അവിടെ, ഞാനിവിടെ. നീയുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോ മാത്രമാണ് എനിക്കൊരു ആശ്വാസം. ദുബൈയിലാണെങ്കിൽ ഇപ്പൊ ചൂടുകാല, പുറത്താണെങ്കിൽ തീ വെയില്, എന്റെ ഉള്ളിൽ തീക്കടല്. രാമേട്ടൻ പേടിക്കാതിരിക്കും. എത്രയും വേഗം ലക്ഷ്യം നടപ്പാക്കി ഇവിടുന്ന് സ്ഥലം വിടണം. ഈ അഭ്യാസവും തരികടയും അധികകാലം ഇവിടെ വിലപ്പോവില്ല.
പേടിപ്പിച്ച് കളയും നാശം നെഞ്ചിനകത്തൊരു തീയാണിപ്പോ. വൈശാഖ, അവ വാള് വെച്ച് കിടന്നുകൊണ്ട് വാളിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ എന്താ മറുപടി പറയാ? ഹലോ, നീ അവിടെ എന്തെടുക്കുവാ മൈഥിലി? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക വൈശാഖ. വെറുതെ ഇരുന്ന് സമയം കളയാനാണോ നിന്റെ പ്ലാൻ? എന്താ നീയൊന്നും മിണ്ടാത്തത്? ആ വാളിന്റെ കാര്യം എന്തായി? താക്കോൽ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അത് കിട്ടാതെ ഞാൻ എങ്ങനെ വാള് കണ്ടെത്താനാ? അത് കണ്ടെത്തണം. കുറെ നാളായില്ലേ താക്കോല് കണ്ടെത്താൻ നീ ശ്രമിക്കുന്നു. ഇതുവരെ അത് കയ്യിൽ കിട്ടിയില്ലേ? ആ മീനാക്ഷി അവിടെ ഉണ്ടോ? ഇല്ല, അവളും കാർത്തിയും നന്ദിനിയും കൂടി പുറത്തു പോയിരിക്കും. വെരി ഗുഡ്. ഇത് തന്നെയാ പറ്റിയ അവസരം. വാളിരിക്കുന്ന അറയുടെ താക്കോൽ കാർത്തിയുടെയും മീനാക്ഷിയുടെയും മുറിയിൽ തന്നെ ഉണ്ടാവും. നീ സമയം കളയണ്ട, വേഗം താക്കോല് കണ്ടെത്താൻ നോക്ക്. ആ മുറി പൂട്ടിയിട്ടിരിക്കുക വൈശാഖ. ഞാൻ എങ്ങനെയെങ്കിലും തട്ടി തുറന്ന് അകത്ത് കയറിയ ആരെങ്കിലും കണ്ടു വന്നാലോ? കണ്ടു വന്നാൽ എന്തെങ്കിലും അഭ്യാസം ഇറക്കണം. നീ റൂമിൽ കയറാൻ നോക്ക്. ഒരു തവണ അവരെന്നെ മുറിയിൽ അടിച്ചു പുറത്താക്കിയതാ. ഇനിയത് ആവർത്തിച്ച ഒരിക്കലും ഇതിനകത്ത് കയറി പറ്റാൻ സാധിക്കത്തില്ല. നീ മുട്ടാപ്പോക്ക് പറയാതെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി ആ വാളെടുക്ക് മൈഥിലി. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എന്റെ സമനില തെറ്റിയ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. പറഞ്ഞേക്കാം ഞാൻ. എന്താ ഇപ്പൊ ചെയ്യാ? കുറച്ചു നേരത്തേക്കൊരു സ്വീപ്പർ ആയാലോ?